കാണാനൊക്കെ മൊഞ്ചുള്ള ഈ ലഞ്ച് ബോക്സ് കൊണ്ട് ഞാൻ തലക്ക് വട്ടായ അവസ്ഥയിലാണ് കേട്ടോ. സ്കൂളിലേക്ക് ടിഫിൻ കെട്ടണ്ട, ഇപ്പോൾ സ്കൂളിൽ എക്സാമൊക്കെ തുടങ്ങിയാലും കെട്ടണ്ട. എന്നാൽ എനിക്ക് കെട്ടാമെന്ന് വിചാരിച്ചപ്പോണ്ടല്ലോ ഇതിൻ്റെ ഈ വാഷർ എപ്പം നോക്കിയാലും ഇങ്ങനെ പുറത്തേക്ക് ചാടിക്കിടക്കും. അപ്പം നമുക്കത് അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവസാനം ഞാനും എൻ്റെ മോളും കൂടെ ഒരു യുദ്ധം തന്നെ ചെയ്തു. എന്നെക്കാളും നല്ല ബലമുള്ള ആളാണ് കേട്ടോ എൻ്റെ മോള്. എന്നിട്ട് പുള്ളിക്കാരത്തെയും കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾ രാവിലത്തേക്ക് ഉണ്ടാക്കിയത് വെള്ളക്കടലക്കറിയാണ് കേട്ടോ. ഞാനപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അത് കാരണം വെള്ളയപ്പവും പൊറോട്ടയും പുറത്തുനിന്ന് വാങ്ങിയിട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ്. പൊറോട്ടയൊന്നും നല്ലതല്ല, എന്നാൽ പോലും കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടോ ഹസ്ബൻഡ്. പിന്നെ ഞാൻ ചോറ് കിട്ടാൻ വേണ്ടി ഇന്നലത്തെ കുറച്ച് ഉണക്കൽ മീൻ ഉള്ളിമുളകൊക്കെ ഇട്ട് വെച്ചതുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടായി, ഞാൻ എടുത്തില്ല കുറച്ച്. പിന്നെ ഈ വെള്ളക്കടലയുടെ മസാല ഇട്ട കറിയും തൈരും. എനിക്ക് തൈരും ഉണക്കലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ ചോറ് തിന്നാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് സ്കൂളിൽ എക്സാം ഇല്ലാത്ത കാരണം മോൻ്റെ പാത്രമാണ് ഞാൻ കൊണ്ടുപോകണം. അവനിക്ക് ഇത് ബുദ്ധിമുട്ടായ കാരണം അവനിത് കൊണ്ടുപോകുകയില്ല കേട്ടോ. അപ്പോൾ അതേ മോൾ എനിക്ക് വേണ്ടി അത് ചെയ്തു തരണേട്ടോ ഈ കാണുന്നത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഈ റബ്ബർ ബാൻഡ് ഇടാനേ പറ്റുന്നില്ല. അവസാനം പിന്നെ മൂത്ത കുട്ടികളുടെ വേറെ പിങ്ക് കളറിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ മൂടി എടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെയും ഇങ്ങനെ തന്നെ പോരും കേട്ടോ. അത് കൂടാതെ അതിൻ്റെ താഴെയുള്ള ക്ലിപ്പിങ്സും എപ്പോഴും ഊരിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഇത് എത്ര ഭംഗിയുണ്ടെങ്കിലും സംഭവം ഇത്തിരി നമ്മൾക്ക് തലവേദന പഠിപ്പിക്കും. പിന്നെ അതുമാത്രമല്ല, കഴുകുന്ന കാര്യമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എല്ലാ കോളവും കഴുകണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ട് മൈ മദേഴ്സ് ചാനൽ. സബ്സ്ക്രൈബും ചെയ്യൂലേ?